ായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനെ കണക്കുള്ള പണ്ഡിതവരേണ്യന്മാർ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖലീഫമാർ, ആ ഖലീഫമാരെല്ലാവരും നല്ല മനസ്സോടുകൂടിയിട്ട് മുന്നോട്ട് പോയിരുന്നു ഇതുപോലെയുള്ള ഈ സന്തോഷങ്ങളിൽ. അൽഹംദുലില്ലാഹ്, വളരെ ആത്മാർത്ഥപരമായിട്ടാണ് സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും മുഴുവനും തൗബ ചെയ്തിരുന്നത്. അവരൊക്കെ തൗബ ചെയ്തിരുന്നതിൽ ഏറ്റവും നല്ല വാചകങ്ങളാണ് നമ്മുടെ സ്ക്രീനിൽ നമ്മൾ അൽഹംദുലില്ലാഹ് കാണിച്ചിട്ടുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് അവസാനം പറഞ്ഞു തരും. നമ്മൾ നിറകണ്ണുകളോടെ നമുക്ക് തൗബ ചെയ്യണം. അല്ലാഹു തആല കേൾക്കാനും അതുപോലെ ചൊല്ലാനും നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കുവാനുമുള്ള സന്തോഷം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, തൗബ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് ചൊല്ലണമെന്നൊന്നുമില്ല. തൗബ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് കരയലാണ്. ദുനിയാവിന്റെ പുറത്തുകൂടെ മനുഷ്യന്മാര് നടക്കുമ്പോ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അറിഞ്ഞും അറിയാതെയൊക്കെ വന്നു പോയിട്ടുണ്ടാകും. എന്നാൽ ആ തെറ്റുകളൊക്കെ ഇനി ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കുക. അതല്ലാതെ ഏതായാലും ഞാൻ ഒരു തെറ്റുകാരനാണ്, ഞാനൊരു തെറ്റുകാരിയാണ്, അതുകൊണ്ട് ഇനി ഞാൻ അങ്ങോട്ട് തൗബ ചെയ്ത അള്ളാഹ് അങ്ങോട്ട് സ്വീകരിക്കൂല എന്നും പറഞ്ഞ് വീണ്ടും പഴയ തെറ്റിന്റെ പേരിൽ പോകുവാനോ ആ പഴയ തെറ്റിലേക്ക് തന്നെ പിടിച്ചു തൂങ്ങുവാനോ അല്ല മനുഷ്യൻ ആഗ്രഹിക്കേണ്ടുന്നത്. وبعزم ترك الذنب فيما استقبلا وبراءة من كل حق آدمي ولهذه الأركان فرغوكم إلى. നമ്മൾ ഇന്നിവിടെ തൗബ ചെയ്യുമ്പോ തൗബക്ക് കുറച്ച് ഷർത്തുകളുണ്ട്. ഉത്ലുബു മതാബൻ ബിന്നദാമതി മുഖ്ലിഅ വബിഅസ്മി തർകിൽ ദംബി ഫീമാ ഇസ്തഖബല വബറാഅത്തിൻ മിൻ കുല്ലി ഹഖ്ഖിൻ നാദമി വലിഹാദിഹിൽ അർകാനു ഫർഅവ കമ്മില. ഒരാള് തൗബ ചെയ്ത് മടങ്ങുമ്പോ 4 നിബന്ധനകളാണുള്ളത്. തൗബ ചെയ്യുമ്പോ 4 നിബന്ധനകളാണ്. അല്ലാഹുവേ, മഹാന്മാര് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? അതിൽ ഒന്നാമത് പ്രധാനപ്പെട്ടതുമായ കാര്യം ഖേദമാണ്. ഉത്ലുബു മതാബൻ ബിന്നദാമതി മുഖ്ലിഅ, ചെയ്ത തെറ്റിൽ നിന്ന് പൂർണ്ണമായി ഖേദിച്ചു മടങ്ങലാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞുകൊണ്ടിരിക്കണം. അഥവാ തെറ്റു ചെയ്തത് കൊണ്ട് തൗബ ചെയ്താൽ സ്വീകരിക്കില്ലെന്ന് സാരം. അതായത് നമ്മൾ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തെറ്റുകളേ ഉള്ളൂ, അതുകൊണ്ട് ഇനി തൗബ പറ്റൂല. ആ ഒരു ചിന്ത നമുക്ക് വരാൻ പാടില്ല. നമ്മളെല്ലാവരും തൗബ ചെയ്യണം. നല്ലതുപോലെ നമ്മൾ തൗബയിലൂടെ മുന്നോട്ട് വരണം. അല്ലാഹുവേ, നമ്മൾ അങ്ങനെയാണ് അല്ലെ? ഇപ്പൊ നമ്മൾ തന്നെ ഒരാളെ കുറ്റപ്പെടുത്താന്ന് വെച്ചോളി, നമ്മൾ തന്നെ ഒരാളെ കുറ്റം പറയാ. മൂന്നാമത്തത് ഭാവിയിൽ അത്തരം തെറ്റിലേക്ക് മടങ്ങിപ്പോകില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യുക. നല്ല മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, നല്ലവരുമായിട്ട് ബന്ധപ്പെടുക. തെറ്റിന്റെ പേരിൽ പിടിച്ചു തൂങ്ങുന്നവരുമായിട്ടല്ല, തെറ്റിന്റെ പേരിൽ എപ്പോഴും വിളിക്കുന്നവരുമായിട്ടല്ല, തെറ്റിന്റെ പേരിൽ കടിച്ചു തൂങ്ങുന്നവരുമായിട്ടല്ല. അങ്ങനെ ഉള്ളവരെ വിട്ടേക്കണം. മറിച്ചു പിന്നെന്തു വേണം? മറിച്ച് എന്താണ് ചെയ്യേണ്ടുന്നത്? നല്ലവരുമായിട്ട് ബന്ധപ്പെടണം. പിന്നീട് അവിടെ നിന്ന് പറയുന്നു, സാമ്പത്തികമായ ഹക്കിടപാടുകളുണ്ടെങ്കിൽ ആ ഹക്കിടപാടുകളെ നമ്മൾ തീർക്കണം. നല്ലവരുമായി, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരുമായി, നമുക്ക് വേണ്ടി സന്തോഷം പറയുന്നവരുമായി നമ്മൾ മുന്നോട്ട് കടന്നു വരണം. ഹക്കിടപാടുകൾ ഉണ്ടെങ്കിൽ ആ ഹക്കിടപാടുകൾ മുഴുവനും കൊടുത്തു വീട്ടണം. ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലൊക്കെ നമ്മൾ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൊടുത്തു വീട്ടണം. ഇല്ലെങ്കിൽ അവരോട് നമ്മൾ പൊറുക്കലിനെ ചോദിക്കണം. അവരോട് ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല, ഞാൻ നിനക്കുള്ള സമ്പത്ത് ഇൻഷാ അല്ലാഹ് ഉടൻ തന്നെ തരാമെന്നുള്ള ഒരു ചിന്തയിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം.
ഒരാൾക്ക് നമ്മൾ കൊടുക്കാണ്, അല്ലെങ്കിൽ കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റേതായിട്ടുള്ള ഹക്ക്, നമ്മുടെ ഹക്ക്. എനിക്കൊരു ഹക്കുണ്ട്, ആ ഹക്ക് ഞാൻ അറിയാതെ ഒന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് അതിനുള്ള അധികാരം അല്ലാഹു തന്നിട്ടില്ല. അങ്ങനെ നമ്മൾ വിനിയോഗിച്ചാൽ, എന്റെ ഹക്കിൽ കയറി നിങ്ങളിടപെട്ടാൽ അവിടെ എന്താണ് സംഭവിക്കുക എന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, അത് മുഴുവനും തനിച്ച ഹറാമും വല്ലാത്ത വിഷമിപ്പിക്കുന്നതുമാണ്. അതുകൊണ്ട് ഹക്കിടപാടുകൾ ഉണ്ടെങ്കിൽ ആ ഹക്കിടപാടുകളൊക്കെ നിങ്ങൾ വീട്ടണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയമില്ല, നിങ്ങൾക്കവിടെ സന്തോഷമില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലതുപോലെ മുന്നോട്ട് വരണം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ മജ്ലിസിന്റെ അവസാനമാണ്. ഞാൻ ഇത് നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ചൊല്ലിത്തരും, നിങ്ങളത് കേട്ടു ചൊല്ലണം. അതിനു മുമ്പ് നമുക്ക് റഹ്മത്ത് നഷ്ടപ്പെട്ടു പോയി, നമുക്ക് മഗ്ഫിറത്ത് നഷ്ടപ്പെട്ടു പോയി. ഇത്ഖും മിനന്നാറിന്റെ 10-ലാണ്. പെരുന്നാളിന്റെ അന്ന്, പെരുന്നാളിന്റെ തലേ ദിവസം ഈ 3 അല്ലാഹു നമുക്ക് തരണം. ഈ 3 അല്ലാഹു നമുക്ക് തരണം. അതിനെന്താണ് നമ്മൾ ചെയ്യാനുള്ളത്? പെരുന്നാളിന്റെ തലേ ദിവസം ഈ 3 അല്ലാഹു നമുക്ക് തരണമല്ലോ. അതിനെന്ത് വേണമെന്നറിയോ മുഅ്മിനേ? അല്ലാഹുവിന്റെ ഹബീബ് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ അത് ഏറ്റവും നല്ല സന്തോഷമുള്ളതാണ്, ഏറ്റവും നല്ല ആനന്ദമുള്ളതാണ്. അപ്പൊ അല്ലാഹുവിലേക്ക് നമ്മൾ ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലുക. നമ്മൾ ആദ്യം കഴിഞ്ഞു പോയ റഹ്മത്തിന്റെ 10 ഒന്നുകൂടെ റബ്ബിലേക്ക് ചോദിക്കുക. അത് കഴിഞ്ഞാൽ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അതും 17 തവണ. അതിനുശേഷം അല്ലാഹുമ്മ അത്ഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അതും കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം നമ്മൾ ചൊല്ലാനുള്ളത് അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ യാ റഹീമു യാ അല്ലാഹ്. അല്ലാഹുവിലേക്ക് നമ്മൾ ചോദിക്കുക. ഈ 3 കാര്യം ഒരാൾ ചെയ്തിട്ട് 17 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതി, 17 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതി. അതിനുശേഷം 17 തവണ റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മാ. ഈ ദിക്റും നമ്മൾ ചൊല്ലണം. റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മാ. ഇതും 17 തവണ നമ്മൾ ചൊല്ലണം. അങ്ങനെ ചൊല്ലിയിട്ടാണ് നമ്മൾ അല്ലാഹുവിനോട്, പെരുന്നാളാണെങ്കിൽ ഇന്ന് നമ്മൾ ചോദിക്കുമ്പോ അള്ളാന്റെ മലക്കുകൾ പോലും നമുക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കും. അള്ളാന്റെ മലക്കുകൾ പോലും നമുക്ക് വേണ്ടിയിട്ട് പൊറുക്കലിനെ ചോദിക്കുമെന്ന് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഈ ഉള്ള പരിശുദ്ധമായ ഈ പെരുന്നാളിന്റെയൊക്കെ ദിവസങ്ങൾ വരുമ്പോ നിങ്ങളൊക്കെ പരസ്പരം ദുആരക്കുന്നവരാണ്. അള്ളാഹു നമുക്ക് മഗ്ഫിറത്ത് തരാൻ നമ്മൾ മറ്റുള്ളവനിക്ക് വേണ്ടി വന്ന് ദുആ ചെയ്ത് നോക്ക്. മറ്റുള്ളവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്ത് നോക്ക്. എന്നാൽ അള്ളാഹു നമുക്ക് വേണ്ടിയിട്ട് റബ്ബ് തആല പൊറുക്കലിനെ ചോദിക്കും. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്ക്, എന്നാൽ അള്ളാഹു നമുക്ക് വേണ്ടി പുറത്തു തരും. നമ്മൾ മറ്റുള്ളവനോട് കരുണ ചെയ്യും, എന്നാൽ അള്ളാഹു നമ്മളോട് കരുണ ചെയ്യും. മനസ്സിലായോ? നമ്മൾ ഒരാൾക്ക് വേണ്ടി നമ്മൾ പൊറുക്കലിനെ ചോദിക്കും. അല്ലാതെ നമ്മൾ അള്ളാഹു ഞാൻ ഇത്രയും വലിയ തെറ്റിയ ആളല്ലേ, അള്ളാഹ് എനിക്ക് പൊരുത്തപ്പെട്ടു വരൂല. അല്ല, അള്ളാഹു ഗഫൂർ റഹീമാണ്. അള്ളാഹു ഗഫൂർ റഹീമാണ്. അള്ളാഹു നമുക്ക് പൊരുത്തപ്പെട്ടു തരും, ഇല്ലേ? അള്ളാഹു നമുക്ക് പൊരുത്തപ്പെട്ടു തരും. അള്ളാഹു നമുക്ക് സന്തോഷം തരും. അള്ളാഹു നമുക്ക് നിഅമത്തുകൾ തരും. എന്റെ ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നല്ല മനസ്സോടെ, നല്ല നീയത്തോടു കൂടിയിട്ട് നമ്മൾ എപ്പോഴും മുന്നോട്ട് പോകണം, ഇല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദ്വാരക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും ആത്മാർത്ഥമായി ഞാൻ ദ്വാരക്കും. ഇൻഷാ അല്ലാഹ് മറക്കില്ല. അപ്പൊ ഏതായാലും എല്ലാവരും ഈ പറയുന്ന വാചകങ്ങൾ എന്റെ കൂടെ ഒന്ന് പറയാ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എല്ലാവരും പറയാ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം അൽ ഖദീം അർ റഹീം الذي لا إله إلا هو الحي القيوم
من كل ذنب أذنبته عمدا أو خطأ أو سرا أو علانية أو صغيرا أو كبيرا وأتوب إليه وأتوب إليه وأتوب إليه من الذنب الذي أعلم ومن الذنب الذي لا أعلم إنك أنت علام الغيوب أستغفر الله من جميع ما كره الله قولا وفعلا وعملا وحاضرا وناظرا يا أيها الذين آمنوا توبوا إلى الله توبة نصوحا ഒന്നുകൂടെ ചൊല്ല് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം القديم الرحيم الذي لا إله إلا هو الحي القيوم من كل ذنب أذنبته عمدا أو خطأ أو سرا أو علانية أو صغيرا أو كبيرا وأتوب إليه من الذنب الذي أعلم ومن الذنب الذي لا أعلم إنك أنت علام الغيوب أستغفر الله عن جميع ما كره الله قولا وفعلا وعملا وخاطرا وناظرا يا أيها الذين آمنوا توبوا إلى الله توبة نصوحا അല്ലാഹുവേ സാധുക്കളായി ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ അല്ലാഹുവേ പരിശുദ്ധമായ നമ്മുടെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയവർ ഒരാളെയും നീ പാഴാക്കല്ല അല്ലാ അല്ലാഹുവേ വേദനകളും സങ്കടങ്ങളും കൊടുത്ത് പരീക്ഷിക്കല്ല അല്ലാ അല്ലാഹുവേ പരിശുദ്ധമായ മജ്ലിസിൽ നിറഞ്ഞ മനസ്സോടെ ഒരുമിച്ച് കൂടിയവരാണ് റബ്ബേ പലരും പല പല പെരുന്നാളുകളുമായി ബന്ധപ്പെട്ട് പല ജോലികളുമായി കടന്നു പോകുമ്പോഴും നമ്മുടെ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയവരാണ് നീ സ്വീകരിക്കണേ റബ്ബേ നീ കബൂലാക്കണേ റബ്ബേ സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ പടച്ചോനെ ഇത് മുടങ്ങാതെ കാണുന്നവരുണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നവരുണ്ട് റഹ്മാനായ അല്ലാ എല്ലാവരെയും നീ സ്വീകരിക്കണേ റബ്ബേ എല്ലാവരെയും കബൂലാക്കണേ റബ്ബേ മാരകമായ രോഗങ്ങളോ സങ്കടങ്ങളോ വേദനകളോ കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ ഈ റമദാന് കഴിയുമ്പോ പാപങ്ങളില്ലാതെ തിന്മകളില്ലാതെ മുന്നോട്ട് പോകുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളെ നോമ്പുകാരുടെ സകലമാന പ്രതിഫലങ്ങളും ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ അല്ലാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ആ കമന്റിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ മിൻഹാസ് ബ്ലോഗ് ഉണ്ട് അതിനകത്ത് വരുന്ന കമന്റ് ഞാൻ വായിക്കാറുണ്ട് ഇൻഷാ അല്ലാഹ് സമയമുള്ളപ്പോഴൊക്കെ ഞാൻ അതും വായിച്ചിട്ട് നമ്മുടെ ദാറുസ്സലാമിൽ ദ്വാരക്കാറുണ്ട് ഏതായാലും ഈ രണ്ടുമല്ലാത്തൊന്നും എനിക്കറിയില്ല അപ്പൊ അതുകൊണ്ട് ഏതായാലും ഇൻഷാ അല്ലാഹ് ഞങ്ങളൊക്കെ ദ്വാരക്കുമ്പോ ആ രണ്ടിൽ മാത്രമേ ഇടാ അപ്പൊ ഏതായാലും എല്ലാവരും ഈ പറയുന്ന വാചകങ്ങൾ എന്റെ കൂടെ ഒന്ന് പറയാ അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്റെ കൂടെ നിറഞ്ഞ മനസ്സോടുകൂടി ചൊല്ലിക്കേ അസ്തഗ്ഫിറുല്ലാഹ് أستغفر الله 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 أستغفر الله
അസ്തഗ്ഫിറുല്ലാഹ് 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 അസ്തഗ്ഫിറുല്ലാഹ്. എല്ലാവരും നല്ല മനസ്സോടുകൂടി ഒരൽപ്പ തഹ്ലീല് ലാ ഇലാഹ ഇല്ലല്ലാഹു لا إله إلا الله 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 الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد اللهم أنت ولينا في الدنيا والآخرة توفنا مسلما وألحقنا بالصالحين اللهم يسر أسيرنا وسهل أمورنا واقض حوائجنا وأد ديوننا واشف أمراضنا ونجنا من قوم الظالمين
അല്ലാഹുവേ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടല്ല നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ മജ്ലിസിനെ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ. രാജസയ്യിദാവായ തമ്പുരാനെ, മാലിക്കുൽ മുലൂക്കായ അല്ലാ, നിന്റെ പരിശുദ്ധമായ റമളാൻ നമ്മെ വിട്ട് ദിവസങ്ങളും മണിക്കൂറുകളും മാത്രമാണ് പിരിയുന്നത്. അല്ലാഹുവേ, റാഹിമായ അല്ലാ, റാസിഖായ അല്ലാ, പടച്ചോനെ അല്ലാഹുവേ, ഞങ്ങൾക്ക് റമളാന്റെ മുഴുവൻ പ്രതിഫലം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ അർശിന്റെ തണല് നൽകണേ അല്ലാ. പടച്ചവനെ, 27ന്റെ മഹാത്മ്യത്തെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങള്, സഹോദരിമാര്, കരുണക്കടലായ അല്ലാ, ഒരാളെയും നീ തട്ടല്ലേ റബ്ബേ. ആരൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ നിന്റെ മുമ്പിലേക്ക് നീട്ടുന്നോ ആ കരങ്ങളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധരായ ഹബീബ്, നമ്മുടെ ഖൽബിന്റെ നേതാവ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം പരിശുദ്ധമായ സ്വർഗത്തിന്റെ വഴികളിലൂടെ കടക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന ഈ തൗബ നീ ഞങ്ങളിൽ നിന്ന് തട്ടിക്കളയല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഈ പരിശുദ്ധമായ ഇന്ന് തൗബ ചെയ്യാൻ പറ്റുന്ന ഈ ദിവസത്തില് ഞങ്ങൾ ഒരുമിച്ച് തൗബ ചെയ്യുമ്പോ അല്ലാഹുവേ, നീ ഖായിബാക്കല്ലേ അല്ലാ, നീ സങ്കടത്തിലാക്കല്ലേ അല്ലാ. പടച്ചവനെ, ഈ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരുന്നവരാണ് റബ്ബേ. ഞങ്ങളെ നീ എത്തിച്ചല്ല തമ്പുരാനെ. ഇന്ന് തൗബ ചെയ്യാൻ മർമ്മപ്രധാനമായിട്ടുള്ള ദിവസങ്ങളാണ്, മണിക്കൂറുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അല്ലാഹുവേ, അല്ലാഹുവിന് വലിയ ഇഷ്ടമാണെന്ന് നബിയുനാ റസൂലല്ലാഹ്. അതുകൊണ്ട് ഞങ്ങളും ഇന്ന് തൗബ ചെയ്യുകയാണ്. ഞങ്ങളെ തട്ടിക്കളയല്ലേ അല്ലാ. ഞങ്ങളുടെ തൗബയെ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, മുടങ്ങാതെ ഞങ്ങളുടെ മജ്ലിസിൽ വരുന്നവരുണ്ട് റഹ്മാനെ, അവരെ നീ സ്വീകരിക്കണേ അല്ലാ. അവരുടെ കുടുംബത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അവരുടെ മക്കളിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അവരുടെ പ്രിയപ്പെട്ടവരിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അവരുടെ ഭാര്യ, സഹോദരങ്ങൾ, മാതാപിതാക്കൾ എല്ലാവരിലും ബറക്കത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളെ നീ ഖായിബാക്കല്ലേ അല്ലാ. ഞങ്ങളെ സങ്കടത്തിലാക്കല്ലേ അല്ലാ. പടച്ചവനെ, നീ ഞങ്ങളെ ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇനിയുള്ള മണിക്കൂറുകൾ നമുക്ക് മർമ്മപ്രധാനമാണ് റബ്ബേ. ഞങ്ങളെ നീ തട്ടല്ലേ അല്ലാ. ഞങ്ങളെ ഖായിബാക്കല്ലേ അല്ലാ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.